ഹായ് ഫ്രണ്ട്സ്, വിജയ രമേശ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ കുഞ്ഞു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. കത്തിരിക്ക കൊണ്ടൊരു അടിപൊളി കറിയാണ്. ഇതെങ്ങനെ ചെയ്ത് നമുക്ക് നോക്കിയാലോ? പോകാം വീഡിയോയിലേക്ക്. ആവശ്യമായ സാധനങ്ങൾ കത്തിരിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 5 കുഞ്ഞ് കത്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണം കടല വേണം. കപ്പലിൻ്റെ കടലയിൽ നിലക്കടല, അതും തേങ്ങയും ജീരകം, പെരുംജീരകം, ഇഞ്ചി, വെളുത്തുള്ളി. അതുപോലെ തന്നെ പുളി വേണം, താളിക്കാൻ വറ്റൽമുളക് വേണം, സവാള, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ കടലയും തേങ്ങയും ഒന്ന് വറുത്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഓരോന്ന് സ്റ്റെപ്പായിട്ട് നമുക്ക് പറഞ്ഞു തരാം. അപ്പോൾ എന്തായാലും കുഞ്ഞൻ കത്തിരിക്ക കിട്ടുവാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ അടിപൊളിയായിട്ട് നല്ല സ്വാദിഷ്ടമാർന്ന ഈ കത്തിരിക്ക കറി ചെയ്ത് നോക്കുക തന്നെ വേണം. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ പാൻ അടുപ്പത്ത് വെക്കുക. പാൻ നല്ലോണം ചൂടായതിനു ശേഷം ഈ കടല ഇട്ട് കൊടുക്കുക. കടല ഇങ്ങനെ വറുത്ത് വരുന്ന സമയത്ത് ഇത് രണ്ടെണ്ണമൊക്കെ പൊട്ടിയൊക്കെ വരും കേട്ടോ. ആ സമയം നമുക്ക് ഒന്നെടുത്ത് ചൂട് മാറ്റിയതിന് ശേഷം രണ്ടെണ്ണമൊക്കെ കഴിക്കാം. കഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ തേങ്ങയും ഈ കടലയെല്ലാം കൂടി അങ്ങോട്ട് കടുക് വറയല്ല, കടല വറയാണ് കേട്ടോ. അപ്പോൾ കടല വറ അതൊന്ന് മൂത്ത് നല്ല ചൂടായി വന്നതിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്യുക. ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പുളിയും കൂടി ഇട്ട് കൊടുക്കുക. ആ ചൂടത്തൊന്നിട്ട് തണുക്കട്ടെ. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ കത്തിരിക്ക നല്ലോണം നമുക്കിങ്ങനെ കഴുകി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ 2 സ്റ്റെപ്പ് അവിടെ കഴിഞ്ഞു. പുഴുക്കളും അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ഒരു പ്രോസസ്സിലേക്ക് പോകാവൂ കേട്ടോ. പാൻ വയ്ക്കുക. അതിലേക്ക് ഞാൻ 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. ആ വെളിച്ചെണ്ണയിൽ നമ്മളൊന്ന് അങ്ങനെ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട, ഒരു ഹാഫ് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ഹാഫ് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതങ്ങോട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഓരോന്നായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ 3 സ്റ്റെപ്പ് ഇവിടെ ആയിട്ടുണ്ട്. 4ാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്രൈ ചെയ്തിരിക്കുന്ന ആ വെളിച്ചെണ്ണയിൽ തന്നെ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി അങ്ങോട്ട് കടുക് പൊട്ടട്ടെ. ഇവിടെയാണ് കടുക് വറ. ഓക്കെ. അതിനുശേഷം സവാള ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് വെന്ത് വരേണ്ട ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ സവാള അവിടെ വേകട്ടെ. ഈ സമയം ഞങ്ങൾ വീട്ടിൽ അവിയലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സൂപ്പർ അവിയലായിരുന്നു. അപ്പോൾ അവിയലും ഈ കത്തിരിക്ക കറിയും സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ സവാള നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൊടി ഐറ്റംസ്, മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കേട്ടോ. വേറെ മസാലസ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ലോണം ഈ സവാളയും ഈ പൊടി ഐറ്റംസ് കൂടി നല്ല മിക്സ് ചെയ്യണം. ഓരോ കറിക്കും ടേസ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ലോണം മൂപ്പാണ് കേട്ടോ. അപ്പോൾ മസാലയൊക്കെ മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഡീപ് ഫ്രൈ അല്ല, ഒന്ന് ഷാലോ ഫ്രൈയും ഇച്ചിരി കൂടിയല്ലേ ആ രീതിയിൽ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ഈ കത്തിരിക്ക ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ കത്തിരിക്ക ഈ പൊടി ഐറ്റംസിൽ കിടന്ന് ഒന്ന് മൂത്ത് വരട്ടെ. ഈ സിമ്മിൽ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നല്ല മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ അരപ്പുണ്ടല്ലോ, അരപ്പ് ഒരു പാത്രത്തിൽ മാറ്റിയതിന് ശേഷം ആ ജാറ് കഴുകിയതിന് ശേഷം 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള അളവിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലങ്ങ് അധികം വെള്ളം പാടില്ല. കുറച്ച് കുറുകി വരുന്നതാണ് ഈ കറിയുടെ ഒരു എന്താ പറയണ്ടേ, ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും വെള്ളം നല്ലോണം തിളച്ച് വന്നതിന് ശേഷം അപ്പോഴത്തേക്കും ഇവിടെ കത്തിരിക്കൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെന്ത് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചേർക്കണം? അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ്. എന്താണ്? കടലയും തേങ്ങയും ജീരകവും അതുപോലെ പെരുംജീരകവും പുളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് വെച്ചിരിക്കുന്ന ഈ അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ അരപ്പും ആ വെള്ളവും കത്തിരിക്കയും മസാല എല്ലാം കൂടി ഒന്ന് കുറുകി അങ്ങോട്ട് വരട്ടെ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഉപ്പും പുളിയും എരിവും എല്ലാം പാകത്തിലാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം, അതായത് പെർഫെക്റ്റ് ഓക്കെ ആണ് എന്നതിന് ശേഷം മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു പാത്രം ചൂട് ചോറ് കഴിക്കേണ്ടത് ഇതിൻ്റെ ഒരു കത്തിരിക്കയും കുറച്ച് ഗ്രേവി മാത്രം മതി കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ നല്ല നല്ല കറികൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന അപ്രീസിയേഷൻ വളരെ വലുതാണല്ലേ. എനിക്ക് ആ അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കും അത് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുകയും അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. ഇത്രയും സമയം വീഡിയോ കണ്ട നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളിൽ നിന്നും വിട പറയുന്നു. വിജി രമേശ് വ്ളോഗിലെ ബിജി. ഇഷ്ടം തരണം, കൂട്ടുകൂടാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.